ഞാൻ ചോദിച്ചു, അമ്മ ഒരു പാപം ചെയ്തിട്ടില്ലേ എന്ന്. അങ്ങനെ ചോദിച്ചാലുണ്ട്. ഇവിടെ മരുമകൾ അപ്പോഴും ചീത്ത പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പാപം ചെയ്യാത്തവരാരുമില്ല. ഒരിക്കലും 2 കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു നല്ല പൂച്ചക്കുട്ടിയെ കിട്ടി അവിടെ നിന്ന് വഴിയിൽ. അപ്പോൾ അവർക്കിത് വേണം. അപ്പോൾ അവർക്ക് ആർക്ക് വേണം എന്നുള്ളൊരു തർക്കം വന്നു. അപ്പോൾ അവർ തമ്മിലൊരു മത്സരം വെച്ചതാണ്. ആരാണോ വലിയ നുണ പറയണത് അതിനും വലിയ നുണ പറയാൻ പറ്റാതിരിക്കുന്ന ആൾക്ക് കൊടുക്കണം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചു എന്ന്. അമ്മയൊന്നും മരിച്ചിട്ടില്ലേ? അപ്പം മറ്റവൻ പറയാണ്, എൻ്റെ അച്ഛനും മരിച്ചു എന്ന്. എനിക്ക് അമ്മയില്ലേ മരിച്ചുള്ളൂ, എനിക്ക് അച്ഛനും അമ്മയും മരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പം അതിനും വലിയ പാപമല്ലേ, നുണയല്ലേ പറഞ്ഞത്. അപ്പം മറ്റവൻ പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അപ്പം മറ്റവൻ പറഞ്ഞു, ഞാൻ യുണൈറ്റഡ് നേഷൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ നുണയിൽ പറയുമ്പോൾ ഒരു സന്യാസി അവിടെ എത്തി. കുട്ടികളോട് പറഞ്ഞു, എൻ്റെ കുട്ടികളെ, ഇത്ര ചെറിയ കുട്ടികളാകുമ്പോൾ ഇത്ര നുണ പറയേ, വലിയ നുണ പറയേ, ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ഇതുവരെ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോൾ കുട്ടികൾ പറഞ്ഞു, എന്നാൽ ഈ പൂച്ചയെ സ്വാമിക്ക് തരാമെന്ന്. കാരണം ഇതിന് വലിയ നുണ വേറെ ഇല്ല. ഒരു നുണയും സ്വാമി പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ഇതിന് വലിയ നുണ ലോകത്തിൽ വേറെ ഉണ്ടാവില്ല. ഇത് തന്നെയാണ് വലിയ നുണ. അപ്പം അതുപോലെ നമ്മൾ അത്ര വലിയ ക്രിമിനലുകളൊന്നും 302, 304 ഫ്രോഡൊന്നും ചെയ്തവരല്ലെങ്കിലും നമ്മൾ ചെറിയൊരു ക്രിമിനൽ അല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ നമ്മളെ? ഇപ്പം നമ്മളെ വീട്ടിൽ ചെന്നാൽ തന്നെ ചോദിച്ചാൽ അറിയാൻ മറ്റുള്ളവരോട് നമ്മൾ ആരാണെന്നുള്ളത്. ഏതായാലും നമ്മൾ എത്ര വലിയ പാപികളായാലും തെറ്റ് ചെയ്തവരായാലും ഈ ഭാഗവതത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റും. എന്നെ ഞാൻ നോക്കിയപ്പം ഈ ലോകത്തിൽ 2 തരം ആൾക്കാരുണ്ട്. ഒന്ന് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്നവർ, മറ്റത് മറ്റുള്ളവരുടെ തലവേദന കൊണ്ട് തലവേദന ഉള്ളവർ. ഇത് ലോകത്തിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ വിചാരിക്കുക നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്ന്. മക്കളോട് ചോദിച്ചാൽ അറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത് നമ്മളെ കൊണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഭാഗവതം ഏത് ഒരാളെയും പരിശുദ്ധീകരിക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എത്ര കൊടും പാപം ചെയ്തവനായാലും ശരി ഈ ഭാഗവതം കൊണ്ട് ശുദ്ധീകരണം നേടാം. ഇനി നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് സനൽകുമാരാദി മഹർഷിമാർ. ആരുടെ കഥയാണത്? അത്രേ. തുംഗഭദ്രാ നദീതടം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ആത്മദേവൻ. ആത്മദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ. പാവം നല്ല ഒരു മനുഷ്യനായിരുന്നു. ഇത്തിരിയൊക്കെ പിശുക്കത്തരുണ്ടെങ്കിലും, അത് പിന്നെ ബ്രാഹ്മണർക്ക് പറഞ്ഞതാ, ഇത്തിരിയൊക്കെ പിശുക്കത്തരുണ്ടെങ്കിലും ധാരാളം അദ്ദേഹം ദാനധർമ്മങ്ങളൊക്കെ പണ്ട് ചെയ്തിരുന്നു. പക്ഷെ എന്തുണ്ടായിച്ചാൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. ഭാര്യ നല്ല സുന്ദരിയാണെങ്കിലും ഭാര്യയ്ക്കൊരു ദോഷമുണ്ട്. എന്താ ദോഷം വെച്ചാൽ നല്ല പിടിവാശിയുള്ളൊരു സ്ത്രീയായിരുന്നു. എന്ന് മാത്രമല്ല ഭർത്താവിനെ ഇങ്ങനെ പിടിച്ചു വയ്ക്കും. താൻ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാൻ സമ്മതിക്കില്ല. കാലം മുന്നോട്ട് പോയി, കുട്ടികളില്ല, വിഷമം വന്നു. പണ്ട് കാലത്തൊക്കെ ഒരു വിശ്വാസമുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ചില ആളുകളുടെ ഇടയിലുള്ള വിശ്വാസമാണ്, മരിച്ചു കഴിഞ്ഞാൽ പുത്രന്മാർ വേണം അവരെ ദഹിപ്പിക്കാൻ. ആ പുത്രൻ ദഹിപ്പിച്ചിട്ടില്ലെങ്കിൽ, പുത്രൻ ഉദകക്രിയ ചെയ്തിട്ടില്ലെങ്കിൽ, പിണ്ടം വെച്ചിട്ടില്ലെങ്കിൽ ആ ആത്മാവിന്, കേട്ടിട്ടുണ്ടോ ഇത്? അപ്പം ആ പെൺകുട്ടികളുണ്ടായാലും പോരാ, അതിപ്പോഴും ഉണ്ട്. ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിൽ വളരെ അന്ധവിശ്വാസം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ പെൺകുട്ടികളെ കുറെ കൊല്ലുന്നത്, ഭ്രൂണഹത്യ. ആൺകുട്ടികൾ വന്നോ അവർക്ക് വലിയ ഇഷ്ടമാണ്, പെൺകുട്ടികളുണ്ടോ അവർ കൊന്നുകളയും, ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലും. കാരണം അവർ ഈ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നവരാണ്. ഉദകക്രിയ ചെയ്താലേ, അങ്ങനെയൊക്കെയാണല്ലോ ഇന്ത്യയിലുള്ള ഓരോ ആചാരങ്ങളുണ്ടല്ലോ. എത്ര അധർമ്മങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോഴേ അത് കാണുള്ളൂ. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ, സന്ദർഭോചിതമായിട്ട് പറയാം. ഏതായാലും ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വല്ലാത്ത വിഷമം, കുട്ടിയില്ല എന്നുള്ളത്. ഇദ്ദേഹം എന്ത് ചെയ്തു? ആ വിഷമം കൊണ്ടൊരു ദിവസം കാട്ടിലേക്ക് പോയി. ആത്മഹത്യ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെയാണല്ലോ ചിലർക്ക്. എല്ലാം അടുത്തു കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ, വേറെന്താ വഴി? അങ്ങനെ അവിടെ ഒരു തടാകം കണ്ടു, അതിലിറങ്ങി വെള്ളം കുടിച്ചു. ചിലർക്ക് ആത്മഹത്യക്ക് പോകുമ്പോഴും വെള്ളം കുടിക്കാനാണ് മോഹം ഉണ്ടാവുക. അങ്ങനെയുള്ളവരുണ്ട്. അപ്പം ചാവണം എന്നല്ല മോഹം, ജീവിക്കണം തന്നെയാണ്. അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗ്യവശാൽ ഒരു സന്യാസി വര്യൻ അവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. സന്യാസി ചോദിച്ചു, എന്താ നിന്റെ മുഖത്ത് വലിയ ദുഃഖമുണ്ടല്ലോ, കഥം രോധീഷി വിപ്ര, എന്താ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ദുഃഖസ്യ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പം, പൂർവപാപേന സഞ്ചിതം മദീയ പൂർവജാസ്തോയം കവോഷ്ണമുപപുഞ്ചതേ മൽദത്തം നൈവ ഗൃഹ്ണന്തി പ്രീത്യാ ദേവാദിജാതയാ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാൻ സ്ത്യക്തുമിഹാഗത ദിഗ്ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാവിനാ ദിഗ്ധനം ചാനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ. എന്ത് കാര്യമുണ്ട്? ഈ ജീവിതം പുത്രനില്ലെങ്കിൽ എന്താ അർത്ഥമുണ്ട്? ഗൃഹത്തിൽ പുത്രനില്ലെങ്കിൽ എന്താ വീടാണത്? അതുപോലെ തന്നെ
ധനത്തിന് എന്തർത്ഥമുണ്ട്, സന്തതിയില്ലെങ്കിൽ കുലത്തിന് എന്തർത്ഥമുണ്ട്. ഞാനാണെങ്കിലോ പാല്യതേ മയാതേനു, ഞാനൊരു പശുവിനെ വളർത്തി, അതും വന്ധ്യാഭവേത്, അതും പ്രസവിച്ചിട്ടില്ല. മയാരോപിതോ വൃക്ഷ, ഞാനൊരു വാഴ നട്ടാൽ വന്ധ്യത്വം, അത് ഉലയ്ക്കില്ല. പയറുവള്ളി നടും, അത് നേരെ വരും. പയർ നടും, അതിൽ കായ്ക്കില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ ജീവിതം ഉണ്ടല്ലോ എന്തൊരു പാപജീവിതമാണ് എനിക്കറിയില്ല. മഹാത്മാവേ, അവിടുന്ന് എനിക്കൊരു പുത്രനെ തന്ന് അനുഗ്രഹിക്കണം. അപ്പം ഈ സന്യാസി കാര്യങ്ങൾ ഉപദേശിച്ചു. അയാളുടെ തലയിലെ വര കാണേണ്ടത്രേ സന്യാസിക്ക്. പറയാണ്, ഹേ ബ്രാഹ്മണ, അങ്ങയുടെ തലയിലെഴുത്ത് ഞാൻ കാണണു. തലയിലെ വരാന്ന് പറയില്ലേ, ഇന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇതൊക്കെ പറയണ എത്ര സത്യമുണ്ട് എന്ന്. ഈ തലയിൽ വരാന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം മുമ്പ് ഞാനൊരു കുട്ടിയുടെ തലയിലൊരു വര കണ്ടു. ചോദിച്ചു, എന്താ കുട്ട അങ്ങനെ തലയിൽ വരച്ചിരിക്കണത്? പുതിയ സിനിമ വന്നിരിക്കുകയാണ് അത്രേ, ഇപ്പോഴത്തെ ഫാഷനാണത്രേ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. എന്തോ അമീർ ഖാൻ്റെ എന്തോ പടം എന്തോ പറഞ്ഞു. അപ്പോൾ തലയിൽ വരണ്ടെന്ന് എനിക്ക് ഉറപ്പായിപ്പോൾ. കുറേ കഴിഞ്ഞാൽ വരും. എറണാകുളത്ത് വന്നിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഞാൻ കണ്ടത് അത്. അപ്പോൾ ഈ തലവര നോക്കിയപ്പം ദേവനാണ് അവിടുത്തെ ജീവിതം നോക്കിയിട്ട് 7 ജന്മം അങ്ങേക്ക് കുട്ടികളുണ്ടാവില്ല എന്ന്. അത്ര പാപങ്ങളുണ്ട് അങ്ങേക്ക്. അപ്പം ഇത് കേട്ടപ്പം പറഞ്ഞു, ഉപദേശം വേണ്ട, കുട്ടിയെ തന്നാൽ മതി. പറഞ്ഞു, നോക്കൂ, അങ്ങേക്ക് അറിയില്ലേ ചിത്രകേതു മഹാരാജാവിൻ്റെയൊക്കെ കഥ? അവരൊക്കെ കുട്ടികൾ കാരണം ദുഃഖിച്ചവരാ. കുട്ടികളെ കാരണം ദുഃഖിക്കുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് അവർ പറയാം, കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിലും ഭേദം ഇല്ലാതിരിക്കുകയായിരുന്നു നല്ലത്. ഇല്ലാത്തവർ പറയും ഉണ്ടായാൽ നന്നായിരുന്നു, ഉള്ളവർ പറയും ഇതാണ് ലോക സ്വഭാവം. അതുകൊണ്ട് ഇപ്പം അങ്ങേക്ക് ഇല്ല എന്നുള്ളൊരു ദുഃഖമല്ലേ ഉള്ളൂ, ഉണ്ട് എന്നുള്ളൊരു ദുഃഖം വേണ്ടല്ലോ. അതുകൊണ്ട് അങ്ങ് ദുഃഖം ഇതൊക്കെ വിടൂ, പോയി നാമം ജപിക്കൂ. സന്യാസിയോട് പറഞ്ഞു, മനസ്സിൽ വെച്ചാൽ മതി മോഹൻ. ഈ സന്യാസിമാരല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ഈ ശുഷ്ക വേദാന്തം പറഞ്ഞ ആളുകളെ വിഷമിപ്പിക്കും. അങ്ങക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, എനിക്കൊരു കുട്ടിയെ തരാൻ പറ്റുമോ ചോദിച്ചു. ഇപ്പം മുഖത്തേക്ക് നോക്കി സന്യാസി, ഇല്ലെങ്കിലും വിഷമില്ല, ഞാൻ അങ്ങയുടെ മുന്നിൽ ഇരുന്നിട്ട് പ്രാണം കളയുന്നു. അപ്പം അതിൻ്റെ പാപം കൂടി ആരെടുക്കണം? സന്യാസി. ഏതായാലും സന്യാസി വിചാരിച്ചു, കണ്ടുപഠിക്കില്ലെങ്കിൽ കൊണ്ടുപഠിക്കട്ടെ. അദ്ദേഹം ഒരു പഴം എടുത്തിട്ട് ജപിച്ചിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് കൊടുത്തോളൂ. എന്നിട്ട് അപ്പോഴേക്കും ഓടാൻ പോവുകയാണ് അയാൾ. പഴം കിട്ടിയ ഒരു സന്തോഷത്തിലേ നിൽക്കൂ. ഭാര്യയോട് പറയണം, ഒരു നേരെ ആഹാരം കഴിക്കാവൂ, 1 കൊല്ലത്തോളം വ്രതം എടുക്കണം, അന്യ വീടുകളിലൊന്നും പോയി വേണ്ടാത്ത വർത്തമാനം പറയരുത്, ഈശ്വര വിചാരം വേണം, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് അദ്ദേഹം ഓടി. അവിടെ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, കിട്ടി കുട്ടിയെ കിട്ടിയെന്ന്. ഭാര്യ വിചാരിച്ചു വല്ലതിനും കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന്. പറഞ്ഞു, കുട്ടിയല്ല കിട്ടിയിരിക്കണ, പഴാ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ അന്യ വീടുകളിലൊന്നും പോകരുത്, നാമം ജപിക്കണം, ഒരു നേരെ ആഹാരം കഴിക്കാവൂ, ഈ പഴം കഴിക്കണം, നമുക്ക് നല്ലൊരു കുട്ടിയെ കിട്ടും എന്നുള്ളതാണ് സന്യാസി വരെയും പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പം ഭാര്യ അപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചു, എന്നാ കഴിക്കൽ കണക്ക് തന്നെയാണ്. അതെന്താവോ? കാരണം ഭാര്യ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇത് കഴിച്ചാൽ തോഴിയോട് പറയണം, തോഴി ഇത് ഞാൻ കഴിക്കുന്ന പ്രശ്നമില്ല. അതെന്താണിത്? പലപക്ഷേണ ഗർഭസ്യാൽ, അവിടെ ചിന്തകൾ പോവുകയാണേ, എൻ്റെ ഗർഭം വളരും, ഗർഭ ഉദരണ വൃദ്ധിത, വയറ് വലുതാവും, സ്വൽപപക്ഷം സദോ ശക്തി, അല്പ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗൃഹകാര്യം കഥം ഭവേ, വീട്ടിൽ പണി ആരെടുക്കും? ഇങ്ങോരെടുക്കോ പണി? പിന്നെ എങ്ങാനും ദൈവാത് ഗാഡി വ്രജേത് ഗ്രാമേ, ഈ ഗ്രാമത്തിലെങ്ങാനൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പാലായ എങ്ങനെ ഓടും ഒരു ഗർഭിണി? പിന്നെ അതല്ല, ഞാൻ കേട്ടിട്ടുണ്ട് 12 കൊല്ലം ഒരു കുട്ടി ഗർഭത്തിലിരുന്നിട്ടുണ്ട്. ഈ സാധനം എങ്ങാനും 12 കൊല്ലം എൻ്റെ ഗർഭത്തിലിരുന്നാൽ എൻ്റെ കാര്യം കണക്കാവും. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ഈ സന്യാസി ജപിച്ചു കൊടുത്തല്ലേ, വല്ല പന്നിക്കുട്ടിയോ വല്ല മാൻകുട്ടിയോ വല്ല പുലിക്കുട്ടിയൊക്കെയോ വരണമെങ്കിൽ നാട്ടുകാർ പറയില്ലേ പന്നിയുടെ അമ്മ എന്ന്, ചീത്ത കേൾക്കണ്ടേ പിന്നെ. അതുകൊണ്ട് ഞാൻ എന്തായാലും പിന്നെ ഒരു തത്വം പറയുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതികളായിട്ടുള്ള സ്ത്രീകൾ ആരാന്നറിയോ? വന്ധ്യാവ വിധവാ നാരി, ഇവരാണ് സുഖിനി. പ്രസവിക്കാത്തവരും ഭർത്താവ് മരിച്ചവരാണ് അത്ര ഏറ്റവും സുഖികളായിട്ടുള്ള ആളുകൾ. നല്ല ഫിലോസഫിയാണ് അവൾ പറയുന്നത്. ഏതായാലും ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു കേട്ടോ ലോകത്തിൽ അന്ന്. ഇപ്രകാരം കുതർക്കയോഗേന ഫലം നൈവ ഭക്ഷിതം, കുതർക്കയോഗം കൊണ്ട് അവൾ ആ പഴം കഴിച്ചില്ല. എന്നിട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ഭർത്താവിനെ പറ്റിക്കാനൊരു വിഷമം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ സഹോദരി വീട്ടിൽ വന്നത്. സഹോദരിയോട് പറഞ്ഞു, അനിയത്തി ഇങ്ങനെയൊക്കെ ചില പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് എവിടുന്ന ഒരു പഴം കൊണ്ടുവന്നിരിക്കണം, സന്യാസി കൊടുത്താന്നൊക്കെയാണ് പറയണത്, ഇത് കഴിച്ചിട്ട് ഞാൻ എങ്ങാനും ഗർഭിണിയായാൽ അപകടമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പം സഹോദരി പറഞ്ഞു, എന്താ പരിഹാരമുണ്ട്. എന്താണ്? ഇപ്പം ഞാൻ 6 മാസം ഗർഭിണിയാണ്,
എനിക്കാണെങ്കിൽ 5 തന്നെ ധാരാളം, അങ്ങോരാണെങ്കിൽ നിർത്തണമില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടിയെ തനിക്ക് തരാം. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, എൻ്റെ ഭർത്താവിന് കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും, വിത്തം കൊടുക്കേണ്ടി വരും, എൻ്റെ പതിക്ക് കൊടുക്കേണ്ടി വരും, ഈ കുട്ടിയെ നിനക്ക് തരാം. അപ്പോൾ ഈ പഴോ, അതൊരു കാര്യം ചെയ്യൂ, എന്തായാലും പശു പ്രസവിച്ചിട്ടില്ലേ, കുട്ടിക്ക് പാലും കൊടുക്കണമല്ലോ, പശുവിന് കൊടുത്തോളൂ പഴം. നല്ല ബുദ്ധിയാണ് അനിയത്തി പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ടപ്പോൾ ഇവൾക്ക് സന്തോഷം. ഇവളെന്തോ അഭിനയിച്ചു, ഗർഭിണിയെ പോലെയൊക്കെ ഭർത്താവിനോട് പറഞ്ഞു 2 മാസമായി നമ്മുടെ ഉണ്ണി വളരുന്നുണ്ട് എന്നൊക്കെ നുണ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അനിയത്തി പ്രസവിച്ചു, കുട്ടിയെ കൊണ്ടുവന്ന് കൊടുത്തു. ആരും അറിഞ്ഞില്ല. ഭർത്താവിൻ്റെ മുന്നിൽ നമ്മുടെ ഉണ്ണി. പാവം ബ്രാഹ്മണൻ തെറ്റിദ്ധരിച്ചു. കുറേ ബ്രാഹ്മണരെ വിളിച്ചിട്ട് ദാനധർമാദികളൊക്കെ ചെയ്ത് ആ കുട്ടിക്ക് പേരിടേണ്ട സമയം വന്നപ്പോൾ ചോദിച്ചു, എന്ത് പേരാണ്? എൻ്റെ പേര് ദുന്ദുകാരി എന്നായതുകൊണ്ട് കുട്ടിയുടെ പേര് ദുന്ദുലി എന്നിട്ടു. നല്ല പേര് തന്നെ, അമ്മയുടെ അതേ സ്വഭാവം. അതൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് പശുവിന് പഴം കൊടുത്തിട്ടുണ്ടല്ലോ, അതവിടെ ആക്ട് ചെയ്യാണ്ടിരിക്കില്ലല്ലോ. അവിടെ ഗർഭമുണ്ടായി, പശു പ്രസവിച്ചു. സാധാരണ പശുക്കുട്ടികളെയല്ലേ പ്രസവിക്കുക. എന്നാൽ ഇവിടെ പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണ്. ചെവി മാത്രം പശുവിൻ്റെ. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, എന്ത് പറ്റി ഇങ്ങോർക്ക് ഈ ആത്മദേവന്? ഭാര്യ പ്രസവിക്കുന്നതും പശു പ്രസവിക്കുന്നതും എന്തോ, ഇനി കോഴിയില്ലാഞ്ഞ നന്നായി. കണക്കിന് ഇയാളുടെ വീട്ടിൽ ആര് പ്രസവിച്ചാലും മനുഷ്യക്കുട്ടികളാണെങ്കിൽ അത്ഭുതം തന്നെയാണ്. ഏതായാലും ആ പശുവിൽ നിന്ന് വന്ന കുട്ടിക്ക് ഗോവിൻ്റെ കർണമുള്ളത് കൊണ്ട് ഗോകർണൻ എന്ന് പേരിട്ടു. അപ്പോൾ 2 കുട്ടികളായി, ദുന്ദുലിയായി, ഗോകർണനും. ഇവർ 2 പേരും വളരാൻ തുടങ്ങി. അതിൽ ദുന്ദുലിയുടെ വളർച്ച ആകെ അപകടത്തിലായിരുന്നു. എന്താണത്? സ്നൗന ശൗചക്രിയ കുളിയില്ല, പല്ലുതേപ്പില്ല, ഒന്നുമില്ല. ക്രോധവർദ്ധിത, ഭയങ്കര ക്രോധം. ദുർഭക്ഷി, നോൺ വെജിറ്റേറിയനെ കഴിക്കുള്ളൂ. ദുഷ്പരിക്കര കർത്ത, അവിടെ നിന്നൊക്കെ കട്ടെടുത്തു കൊണ്ടുവരും. ശവഹസ്തേന ഭോജനം, ശവം കഴിക്കുന്ന മാത്രമല്ല, ശവം തൊട്ട കൈകൊണ്ട് ഭക്ഷണവും കഴിക്കും. കള്ളനാണ് എന്ന് മാത്രമല്ല, അടുത്ത വീടുകളിലൊക്കെ ചെന്നിട്ട് കുട്ടികളെ പിടിച്ചിട്ട് കൂപേ നിലയത് കിണറ്റിലിടുക. ഇങ്ങനെയൊക്കെ ഹിംസ ചെയ്ത് വേശ്യാസംഘം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം വീട്ടിലൊക്കെ എടുത്തുകൊണ്ട് വിൽക്കും. ഒരു ദിവസം പണം കിട്ടാതെ വന്നപ്പോൾ പിതരോ താഡ്യ, മനസ്സിലായോ? എന്ത് ചെയ്തു? പേടിച്ചു അങ്ങോട്ട് കൊടുത്തു 4. അപ്പോഴാണ് അച്ഛന് മനസ്സിലായത്, ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് ജീവിതം പോകുന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്വപ്നം കണ്ട ജീവിതമല്ല യാഥാർത്ഥ്യമായി തീർന്നത്. അവിടെ വെച്ചിട്ട് പുത്രൻ്റെ അടി കൊണ്ടതും ഓടി. ആ സമയത്ത് അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് അങ്ങോട്ട് വരുന്നു ഗോകർണൻ. കൊതിഷ്ടാമി ഗോ ഗച്ഛാമി കോമേ ദുഃഖം വ്യവോഹേൽ പ്രാണൻ ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം തദാനിം തു സമാഗത്യ ഗോകർണോ ജ്ഞാന സംയുത ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഉപദേശിക്കുകയാണ്. ഇവിടെ ഗോകർണൻ ആരായി തീരുകയാണ്? നമുക്ക് സ്വന്തം അച്ഛനെ പോലും ഉപദേശിച്ച ഒരു മക്കളുടെ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ഇവിടെ ഗോകർണൻ പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛാ ഇനി ഇവിടെ നിൽക്കരുത്. അച്ഛൻ എന്ത് ചെയ്യണം? ദേഹോസ്തിമാം സരുതിരോഭിമതിം തജത്വം ഛായാസുധാദിഷു സദാ വിമമതം വിമുഞ്ച പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാസരസോ ഭവ ഭക്തിനിഷ്ഠ ധർമ്മം ഭജസ്വ സതതം ത്യജ ലോകധർമാൻ സേവസ്വ സാധുപുരുഷൻ ജഹി കാമതൃഷ്ണം അന്യസ്യ ദോഷഗുണചിന്തനമാശമുക്ത്വാ സേവാകദര സമഹോ നിതരാം പിബത്വം ഏവം സുദോക്തി വശതോവി ഗൃഹം വിഹായ യാദോവനം സ്ഥിരമതിർഗത 6 വർഷ യുക്തോ ഹരേ അനുദിനം പരിചര്യാസോ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാടൽ. എളുപ്പമാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ തോലും മാംസവും അസ്ഥിയും മജ്ജയും രക്തവും ഇതൊക്കെ ഉള്ള ഈ ശരീരം ഉണ്ടല്ലോ, ഇത് മണ്ണിലേക്ക് പോവും മച്ച. ഇതിനെക്കുറിച്ച് അച്ഛൻ വിഷമിക്കരുത്. അതിനോടുള്ള അഭിമാനം വിടൂ, ഞങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വിടൂ. ഇനി അച്ഛൻ്റെ മനസ്സ് ഒരു കാര്യം മാത്രം, ഹരേ അനുദിനം. ആരെക്കുറിച്ച് മാത്രം? ഈശ്വര ചിന്ത മാത്രം. അച്ഛനൊരു കാര്യം ചെയ്യൂ, ദശമസ്യ പാടൽ. ഈ ഭാഗവതം എടുത്ത് വായിക്കൂ, അതിലെ ദശമം നല്ലവണ്ണം എടുത്ത് വായിക്കൂ എന്ന് പറഞ്ഞ് അച്ഛന് പുത്രൻ കൊടുത്തത് എന്താ കൊടുത്തത്? ഭാഗവതം. ശരിക്കും നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് വയസ്സന്മാർക്ക് തരേണ്ടത് എന്താണ്? വയസ്സായി കഴിഞ്ഞാൽ ഉത്തരം പറയാൻ ഇത്തിരി വിഷമമുണ്ട്. അവനവൻ്റെ അനുഭവം വരുമ്പോഴേ ശരിക്കുള്ള കുട്ടികൾ അച്ഛനമ്മമാർ പ്രായമായി കഴിഞ്ഞാൽ ഒരു സെറ്റ് പിടിച്ചോ അച്ഛാന്ന്. ഇന്നത്തെ അച്ഛന്മാരാണെങ്കിൽ ചിലപ്പം മുഖത്തേക്ക് അടിച്ചു എന്നും വരും, നീ തന്നെ വായിച്ചാൽ മതി എന്ന്.
അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ അച്ഛനമ്മമാർ ഉയരണമെങ്കിൽ എന്ത് തന്നെ വേണം? ഭാഗവതം ഇരുന്ന് വായിക്കുക തന്നെ വേണം. നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം മാറ്റം വരുത്തണം നമ്മുടെ സംസ്കാരത്തെ. കാരണം പ്രായം കൂടുന്തോറും മക്കളില്ല, ഒക്കെ ദൂരെയാണ്, ആരും നോക്കാനില്ല. അപ്പോൾ ബോറടിക്കും, ഒറ്റയ്ക്കിരിക്കുമ്പം വിഷമം വരും, ശരീരത്തിൻ്റെ രോഗം തളർത്തും, ഓരോരോ വിചാരം വരും. ഒരമ്മ പറഞ്ഞതുപോലെ, എന്ത് ചെയ്യാനാണ്, വയസ്സായില്ലേ, മക്കളൊക്കെ സ്റ്റേറ്റിലാണ്, ഞാൻ ഇപ്പോൾ വേറെ സ്റ്റേറ്റിലാണ്, മക്കളൊക്കെ അമേരിക്കയിലാണ്, അപ്പം നോക്കാൻ ആരുമില്ല. ഇപ്പം ആരാ നോക്കാനുള്ളത്? ഒരു പട്ടിയുണ്ട്, ഒരു ജോലിക്കൊരാളും ഉണ്ട്. ഇവരെപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് സമയം പോവാൻ എളുപ്പമായ മാർഗം എന്താണ്? എൻഗേജ് ചെയ്യുക മൈൻഡിനെ. മനസ്സിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, അതിനെ നിങ്ങൾ എൻഗേജ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെ എൻഗേജ് ചെയ്യും. അത് വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നും ശരീരമല്ല, ആണോ? ആരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എല്ലാം മനസ്സിലെ ചിന്തകളാണ്. അപ്പം അതിനെ നമുക്ക് മാറ്റിയെടുക്കണം. ഇവിടെ കണ്ടില്ലേ, മകൻ അടിച്ചതിൻ്റെ ദുഃഖം മാറ്റിയെടുക്കാൻ ഭാഗവതത്തിലെ ചിന്തകളെ കൊണ്ട് സാധിച്ചു അല്ലേ? ഒരു നെഗറ്റീവ് ചിന്ത പോകണമെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്ത വേണം. അങ്ങനെ മനസ്സിനെ എൻഗേജ് ആക്കാൻ ആ അച്ഛനെ പറഞ്ഞയച്ചു. അതിനുശേഷം ഒരു ദിവസം അച്ഛൻ പോയ സമയം നോക്കിയിട്ട് ഈ ദുന്തുകാരി എന്ത് ചെയ്തു? അവൻ 5 വേശ്യകളെ കൊണ്ടുവന്ന് വീട്ടിലങ്ങോട്ട് താമസിപ്പിച്ചു. അമ്മയ്ക്ക് വലിയ സങ്കടം. എന്താ മോനെ നീ കാണിക്കുന്നത്? ഇങ്ങനെ വൃത്തികേട് കാണിക്കേ, നിന്റെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ, അമ്മയല്ല ഇവിടെ കാര്യം നോക്കുന്നത്, ഞാനാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഗോകർണന് മനസ്സിലായി ഇവിടെ നിൽക്കരുതെന്ന്. അങ്ങനെ ഗോകർണൻ അവിടുന്ന് സ്ഥലം വിട്ടു. അവസാനം എന്തുണ്ടായി? ഈ വേശ്യകളെയും വെച്ചിട്ട് ദുന്തുകാരി ജീവിക്കുമ്പോൾ ഒരു ദിവസം അമ്മ എന്തോ പറഞ്ഞതാണ്, കൊടുത്തു അമ്മയ്ക്കും ഒലയ്ക്ക് കൊണ്ട് 2 എണ്ണം. അന്ന് അമ്മയോട് പറഞ്ഞു, എടി ഇനി ഇവിടെ നിന്ന് നീ നിൽക്കുകയാണെങ്കിൽ കവിത്തം തിഷ്ടതി ബ്രൂഹി അനിശ്ചയ, നിന്നെ കൊല്ലും ഞാൻ പണം തന്നില്ലെങ്കിൽ. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ എന്നെ കൊല്ലുന്നു. വേഗം ചെയ്തു, രാത്രി കൂപേ പാത. എവിടെ ചാടി? കിണറ്റിൽ ചാടി. നോക്കണേ, അന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം, ഈ പ്രശ്നം, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി സമ്പത്ത് കൊണ്ടും. ഇന്നിപ്പോൾ എവിടെ എത്തി അവരുടെ ജീവിതം? മനുഷ്യൻ ഇങ്ങനെയാണ്, ഒന്നും പഠിക്കില്ല, അവൻ അനുഭവത്തിലേ പഠിക്കുള്ളൂ. എന്നിട്ടോ അങ്ങനെ അമ്മ മരിച്ചു. ഇപ്പം അവൻ സുഖമായിട്ട് ജീവിക്കണം അവിടെ, വേശ്യകളുടെ കൂടെ കാമവും എല്ലാം അനുഭവിച്ചുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം വേശ്യകൾ പറഞ്ഞു, കുറച്ച് ആഭരണങ്ങളൊക്കെ തനിക്ക് കൊണ്ടു തന്നൂടെ, ഞങ്ങൾ ഇത്രയൊക്കെ നിനക്ക് സന്തോഷം തരുന്നില്ലേ? അപ്പോൾ കുറച്ച് ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ എവിടുന്നോ മോഷ്ടിച്ച് ഈ വേശ്യകൾക്ക് കൊണ്ടുകൊടുത്തു. കുറേ അധികം ആഭരണം കണ്ടപ്പോൾ വേശ്യകൾ പറയാണ്, ഇത് രാജാവ് അറിയും, ഇത് രാജാവ് പിടിക്കും, ഈ സമ്പത്ത് മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എളുപ്പ വഴി എന്താ വെച്ചോ, സമ്പത്ത് പോവാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ഇവനെ അങ്ങോട്ട് കൊല്ലാം. ഉറങ്ങിക്കിടക്കുന്ന ആ ദുന്തുകാരിയെ കഴുത്തിൽ കയറിട്ടു. അവർ നോക്കുമ്പോൾ മരിക്കണില്ല, കയ്യും കാലൊക്കെ കെട്ടിയിട്ടു, മരിക്കണില്ല. എന്ത് ചെയ്തത്രേ? ഒരു ക്രൂരകൃത്യം ചെയ്യാണ്. പാശേ കണ്ടേ നിദായാസ്യ തന്മൃത്യോമുപക്രമോ ത്വരിതം നമാമാരാസോ ചിന്തായുക്ത തഥാ ഭവൻ അഗ്നിജ്വാലിതാതി ദുഃഖേന തപ്താങ്കാര സമൂഹംശ തൊന്മുഖേ വിജിക്ഷിപ്പു. ഓ പാവം, അടുക്കളയിലെ തീ കൊണ്ടുവന്ന് കനൽ കൊണ്ടുവന്ന് മുഖത്തിട്ടു, വായിലിട്ടു. അങ്ങനെ അങ്ങേയറ്റം ചുട്ടുകൊന്നു. അഭയൊക്കെ എത്രയോ ഭേദ. നോക്കുമ്പോൾ ഭാഗവത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കാണാം, മഹാത്മ്യത്തിൽ. ക്രൂരല്ലേ ഇത്? ഒരാളെ കെട്ടിയിട്ടു, തീ കൊണ്ട് ചുട്ടുകൊന്നു. തം ദേഹം മുമുജുർഗത്തെ, അങ്ങനെ ആ ദേഹം വേവിച്ച് കൊന്ന് അവസാനം എന്ത് ചെയ്തു? അതൊരു ഗർത്തത്തിൽ കൊണ്ട്, പൊട്ടൻ കിണറ്റിൽ കൊണ്ടുപോയിട്ട് മണ്ണിട്ട് മൂടി. അവരവിടുന്ന് പണവും കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇവനോ ഒരു പ്രേതരൂപമായി തീർന്നു. ആരെയാണ് പ്രേതം എന്ന് വിളിക്കുക? പ്രേതമുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ പ്രേതത്തിൽ? ഇനി ഇതൊക്കെ പോയി രാത്രി പോയി സ്വപ്നം കാണണ്ടേ? പ്രേതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മുടെ ഭാരതീയ സംസ്കാരം പ്രേതം എന്ന് പറയുന്നത് എന്തിനെയാണ്, ഏതവസ്ഥയാണ്? ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ശരീരം കാലനിയമത്തിൽപ്പെട്ടതാണ്. അതിന് ജനനമുണ്ട്, മരണമുണ്ട്. നിങ്ങൾ എന്തെല്ലാം അഭ്യാസം ചെയ്താലും ഈ ശരീരത്തിന് മരിച്ചേ പറ്റുള്ളൂ. ആർക്ക്? ശരീരത്തിന്. എന്നാൽ മനസ്സിനെന്തില്ല? ജനനവുമില്ല, മരണവുമില്ല. ജനന മരണമില്ലാത്ത മനസ്സ് ശരീരത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയാൽ, ഈ ശരീരസുഖം തന്നെ ജീവിതം അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടി നിൽക്കുന്നത് ആരോടായിരിക്കണം? ശരീരത്തോടായിരിക്കണം.
ശരീരം മരിക്കണം, ആര് മരിക്കില്ല? മനസ്സ് മരിക്കില്ല. എന്നാൽ ഈ ശരീരത്തെ ബലാത്കാരേണ പ്രേരണ കൊണ്ട് മരിപ്പിക്കുമ്പോൾ ആര് വിടില്ല? മനസ്സ് വിടില്ല. വേഗം പറഞ്ഞാൽ മനസ്സിലാവുന്നേക്ക്. ഒരു സ്ത്രീ പ്രസവിച്ച് 3 വർഷം ലീവ് എടുത്ത്, അവർ ജോലിക്കാരിയാണ്, ലീവ് എടുത്ത് കുട്ടിയെ നോക്കണം. ആ 3 വർഷം കൊണ്ട് കുട്ടിയും അമ്മയും തമ്മിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. 3-ാമത്തെ വർഷം അമ്മ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിക്ക് അറിയോ? ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ലേ? ആ കുട്ടിക്ക് അമ്മയെ വിട്ടുപോകാനുള്ളൊരു മനോവിഷമം എത്രയുണ്ടോ അത്രയും മനോവിഷമം ആർക്കുണ്ടാവണം? ആര് വിട്ടുപോവാൻ? ശരീരത്തെ വിട്ടുപോകാൻ. ബലാത്കാരേണ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ള മനസ്സുകളെയാണ് പ്രേതം എന്ന് പറയുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ അതാണ് പ്രേതം. ഇപ്പം ഈ ആക്സിഡൻറ്റ് ഡെത്തുകൾ അതിലൊക്കെ ഉണ്ടല്ലോ, പോവാറായിട്ടില്ല അവർക്ക്. പക്ഷേ ആ മനസ്സ് ബലാത്കാരേണ ശരീരത്തെ വിടണം. അപ്പം ആ മനസ്സിൻ്റെ വേദന മുഴുവൻ, ആ ശരീരം വിട്ട വേദന മുഴുവൻ മനസ്സ് ശരീരം വിട്ടാലും നിലനിൽക്കും. മനസ്സിലായില്ലേ സ്വാമി? ഉറക്കത്തിൽ നമ്മൾ പേടിച്ച് കരയാറുണ്ടല്ലോ, ഉണ്ടോ? ഇപ്പം നിങ്ങൾ കരയാറുണ്ടാവില്ലേ? കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായില്ലേ? ഉറക്കത്തിൽ നമ്മൾ പേടിച്ച് കരയും. ആ ശബ്ദം പുറത്തേക്ക് വരാറുണ്ടോ? ചിലരുടെയൊക്കെ എക്സെപ്ഷണൽ കേസിൽ വരും. അല്ലെങ്കിലോ ആ പേടിയും ഒക്കെ എവിടെ തന്നെയാണുള്ളത്? ആ മനസ്സ് അങ്ങനെ തന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു സ്വപ്നത്തിൽ ആ സമയത്തുണ്ടാവുന്നൊരു ബീഭത്സത, അത് ഈ പ്രേതാത്മാവിന് നിലനിൽക്കും. അങ്ങനെ പ്രേതമായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഗോകർണൻ എന്ന് പറയുന്ന സഹോദരൻ നേരത്തെ തീർത്ഥാടനത്തിന് പോയതായിരുന്നു. ആ ഗോകർണൻ വഴിയിൽ വെച്ച് മനസ്സിലാക്കി ഇങ്ങനെ സഹോദരൻ മരിച്ചു. അപ്പോൾ ഹിന്ദുക്കൾക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ, മരിച്ചവർക്ക് വേണ്ടി ഉദകക്രിയകളോ അല്ലെങ്കിൽ പിണ്ടകർമ്മങ്ങളൊക്കെ ചെയ്യാം. ഈ ഗോകർണൻ വലിയൊരു മഹാത്മാവായതുകൊണ്ട് ഗയാശ്രാദ്ധമൂട്ടി. ഗയാശ്രാദ്ധം എന്ന് പറഞ്ഞാൽ അറിയോ? ഹിന്ദുക്കളുടെ സംസ്കാരത്തിൽ ശ്രാദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശ്രാദ്ധമായിട്ട് കണക്കാക്കുന്നത് ഗയയിൽ പോയിട്ട് ശ്രാദ്ധമുട്ടുക. കാശിക്ക് അടുത്തുള്ള ഗയയിൽ പോയിട്ട്, ബീഹാറിലുള്ള സ്ഥലമാണ് ഗയ. അവിടെ വിഷ്ണുപാദത്തിൽ പിണ്ടച്ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ജീവൻ മുക്തനായി എന്നൊക്കെയാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. നിൽക്കട്ടെ, ഏതായാലും അതൊക്കെ കൂട്ടി ആൾ തിരിച്ചു വന്ന് വീട്ടിലെത്തി. ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ സന്ധ്യയ്ക്ക് ഒരു വല്ലാത്ത രൂപം തൻ്റെ ചുറ്റും ഇങ്ങനെ കടന്ന് കളിക്കുന്നു. സഗൺമേഷ, സഗൽഹസ്തി, ഒരു ആടിൻ്റെ രൂപം, ആനയുടെ രൂപം, ചിലപ്പോൾ ഒരു പോത്തിൻ്റെ രൂപം, ചിലപ്പോൾ അഗ്നിയുടെ രൂപം. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ, ഈ വൈപരീത്യം കണ്ടപ്പോൾ ഗോകർണൻ ധൈര്യത്തോടുകൂടി, നമ്മളാണെങ്കിൽ അടുത്ത പ്രേതം അപ്പം കടന്നുണ്ടാവും, ആ പ്രേതത്തിന് തന്നെ സഹിക്കാൻ പറ്റാത്ത പ്രേതമാണ് ഈ പ്രേതം. അപ്പം ഗോകർണന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു, മനസ്സിന് ധൈര്യം ഉണ്ടായിരുന്നു. നമുക്ക് ധൈര്യം ഇല്ലാത്തവരുടെ മുന്നിലാണ് ഈ പ്രേതം ഗ്രീതൊക്കെ ഉള്ളത്. ഏതായാലും ഇദ്ദേഹം നല്ല ധൈര്യം വെച്ചുകൊണ്ട് ചോദിച്ചു, ധൈര്യ സംയുത ആരാണ്? കസ്തം ഉഗ്രതരോ രാത്രോ, ഈ രാത്രിയിൽ ആരാ നീ ഇങ്ങനെ വന്നിരിക്കുന്നത്? പ്രേതോ പിശാചോ രാക്ഷസോ? നീ പ്രേതമാണോ രാക്ഷസനാണോ? ആരാ നീ എന്ന് ചോദിച്ചു. അത് കേട്ടതും തൻ്റെ കയ്യിലുള്ള കമണ്ടലിലെ വെള്ളമെടുത്ത് കുടഞ്ഞു എന്നാണ്. തത് അഞ്ചലോ ജലോ കൃത്വ. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്, അഹം ഭ്രാത തുദീയോസ്തി തുന്തുകാരീതി നാമതാം സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയാം. ഞാൻ നല്ലൊരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, പക്ഷെ അതൊക്കെ കളഞ്ഞു കുളിച്ച് ഇത്തരത്തിലുള്ള വൃത്തികേടുകളെ കൊണ്ട് ഞാൻ അവിടുത്തെ സഹോദരനായിരിക്കുന്ന ദുന്തുകാരി ഈ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദര, എന്നെ ഒന്ന് അഹോബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാമച്ചു മോചയ ഗോകർണേ വചനം ചുത്വാ തസ്മൈ വാക്യം മദാബ്രവിൽ. എന്നെ രക്ഷിക്കൂ, അവിടുന്ന് അല്ലാതെ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോകർണൻ പറയാണ്, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഗയാശ്രാദ്ധ കൂട്ടി, എന്നിട്ട് അങ്ങയ്ക്ക് മുക്തി കിട്ടിയിട്ടില്ല. കിം വിധേയം മയാ പ്രേത, ഇനി എന്താ എനിക്ക് ചെയ്യാനുള്ളത്? ഞാൻ പ്രേതങ്ങൾക്ക് സാധാരണ കൂട്ടാറുള്ള ഏറ്റവും വലിയ ഗയാശ്രാദ്ധമാണ് നിനക്ക് കൂട്ടിയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഗയാശ്രാദ്ധം ശ്രദ്ധേനാഭിമുക്തിശ്ചേ എന്നാണ്. എനിക്ക് 100 ഗയാശ്രാദ്ധം മുട്ടിയാലും എന്ത് കിട്ടാൻ പോകുന്നില്ല? മുക്തി കിട്ടാൻ പോകുന്നില്ല. ഇത് കേട്ടപ്പോൾ ഗോകർണൻ വളരെ വിസ്മയം പൂണ്ടു. എന്താ ഈ കേൾക്കുന്നത്? 100 ഗയാശ്രാദ്ധം കൊണ്ട് ഇവന് മുക്തിയില്ലയാണോ? ഇനി എന്താ മാർഗം? അവിടുന്ന് തന്നെ എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ, ആരും എന്നെ രക്ഷിക്കാനില്ല, അങ്ങല്ലേ ഉള്ളൂ. ഇത് കേട്ടതും ഗോകർണൻ വളരെ സൂര്യോപാസകനായിരുന്നു, ധ്യാനനിരതനായി. പിറ്റേ ദിവസം സൂര്യൻ്റെ ആ പ്രദക്ഷിണത്തെ തടഞ്ഞു എന്നാണ്. ഗോകർണ സ്തംഭനം ചക്രേ സൂര്യവേഗ്രസ്യ ദൈവത. ആ സൂര്യൻ്റെ പ്രദക്ഷിണത്തെ തടഞ്ഞുകൊണ്ട് പറയാണ്, ഏ സൂര്യദേവ,
തുഭ്യം നമോ ജഗസാക്ഷിൻ ബ്രൂഹി മേ മുക്തിഹേതുകം തശ്രുത്വാ ദൂരതസൂര്യ സ്ഫുടമിത്യഭ്യഭാഷതാം. ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്കൊരു കാര്യം അറിയണം, എൻ്റെ സഹോദരന് മുക്തി കൊടുക്കാൻ എനിക്ക് എന്താണ് മാർഗമുള്ളത്? ഇത് കേട്ടതും സൂര്യഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്, ശ്രീമൽ ഭാഗവതാൽ മുക്തി സപ്താഹം വാചനം കുരു. എങ്ങനെയാ മുക്തിയുള്ളത്? എങ്ങനെയാ മുക്തിയുള്ളത്? ഭാഗവതത്തിലൂടെ. ഗയാശ്രാദ്ധം 100 കൂട്ടിയിട്ടും ആർക്കും മുക്തി കിട്ടിയില്ല. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, വളരെ ശ്രദ്ധിക്കേ. അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്താ വേണ്ടത്? ശ്രാദ്ധം കൊണ്ടും മുക്തിയില്ല എന്നാണ് പറയണത്. അന്നത്തെ ദിവസം നമ്മൾ ശരിക്കും ഭാഗവതം വായിച്ചാൽ മതി. കാരണം ഗയാശ്രാദ്ധം കൂട്ടിയിട്ട് പോലും മുക്തിയില്ലെങ്കിൽ ഇനി നമ്മളത് മാറ്റണം, അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ. കാരണം ഇന്ന് നമ്മൾ കുറേ അന്ധമായ ആചരണങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിനും ഓരോന്ന് വിധിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ കലിയുഗത്തിലുള്ളവർക്ക് വിധിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കർമ്മങ്ങളല്ല. നമുക്ക് കാണാം, കൂടുതൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇത് ഓർമ്മയിൽ വയ്ക്കും നിങ്ങൾ. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ആ ദിവസം എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ഭാഗവതവും കുറച്ച് നാമസങ്കീർത്തനവും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മുടെ പൂർവികരെ നമ്മൾ അനുസ്മരിക്കേണ്ടത്. എന്നോടൊരു കുട്ടി ചോദിച്ച ചോദ്യം എനിക്ക് വളരെ ചിന്തനീയമായിരുന്നത്. കുട്ടി പറയാണ്, സ്വാമി എൻ്റെയൊക്കെ വീട്ടിൽ, ആ കുട്ടിയുടെ വീട്ടിൽ ഈ ശ്രാദ്ധ കൂട്ടുന്നത് കാണുന്നുണ്ട്. കുട്ടി 8ലോ 9ലോ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പറയാണ്, അമ്മ ശ്രാദ്ധ കൂട്ടുമ്പോൾ അമ്മ പറയാറുണ്ട്, കാക്ക വന്ന് കൊത്തിയാൽ അച്ഛനും അമ്മയും അനുഭവിച്ചു എന്നാണ്. അപ്പോൾ അമ്മ പറയുന്ന ഒരു 10-40 വർഷമായി അച്ഛൻ മരിച്ചിട്ട് എന്ന്. ഇപ്പോഴും എൻ്റെ അച്ഛൻ കാക്കയാണോ സ്വാമി? കാക്ക വന്ന് കൊത്തിയാലാണ് അങ്ങനെയല്ലേ? ആണോ അല്ലയോ? നിങ്ങളുടെ അച്ഛൻ എന്നൊരു കാക്കയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. എത്ര പേർക്ക് സമ്മതമാണത്? എനിക്ക് സമ്മതമല്ല, ഉള്ള കാര്യം തുറന്നു പറയാലോ. എൻ്റെ അച്ഛൻ എന്നൊരു കാക്കയായിട്ട് വരുന്നത്, പാവം, എന്തിനാ അദ്ദേഹത്തിനെ പിടിച്ച് കാക്കയ്ക്ക് വെച്ചിരിക്കണത്? നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ കാക്കയെ വാ കഴിച്ചോ, തപ്പൊട്ടിയെ വരും, അത്രേ വരും. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ച് മനസ്സിനെ ഉയർത്തണം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ കാക്ക? അതിൻ്റെ സംസ്കാരം അതാണ്. അവർക്കറിയാം തപ്പൊട്ടിയാൽ അവരാ വരേണ്ടതെന്ന്. കോഴിക്ക് ആ സംസ്കാരം ഇല്ല, അല്ലെങ്കിൽ കോഴി വരുമായിരുന്നു. ഇപ്പോൾ കാക്കയെ തന്നെ കിട്ടാനില്ലാത്തൊരു കാലമാണ്. തപ്പൊട്ടിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഗയാശ്രാദ്ധം ശ്രദ്ധേനാഭിമുക്തിയില്ലെങ്കിലും ശ്രീമൽ ഭാഗവതാൽ മുക്തി. ഇത് കേട്ടതും ഗോകർണൻ സപ്താഹത്തിൻ്റെ ഒരുക്കം ചെയ്തു. ഇതുപോലെയൊക്കെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ വെച്ചു. ഭഗവാന്റെ അന്നൊന്നും ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ സപ്താഹത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ഈ ചങ്ങാതി എവിടെ പിടിച്ചിട്ട് ഇരുത്തുക? അപ്പോൾ ഈ ദുന്ദുകാരിയെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു മുളയുണ്ടായിരുന്നു അത്രേ. ആ മുളയുടെ താഴെ ഒരു സുഷിര ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൂടെ പറയാണ്, സപ്രേതോ തഥായത സ്ഥാനം പശ്യൻ. ആ സപ്തഗ്രന്ഥിയുധം തത്രാപി കീചകമുച്ചിതം. ഒരു 7 കമ്പുകളുള്ള ഒരു മുള കണ്ടു, അതിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ടോ അങ്ങനെ ഭാഗവത വായന തുടങ്ങി. അർത്ഥങ്ങളൊക്കെ പറയും. 1ാമത്തെ ദിവസം വൈകുന്നേരം അങ്ങോട്ട് നിർത്തിയപ്പം, ആദ്യത്തെ വ്യാഖ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നാണ്. വംശൈക ഗ്രന്ഥിഭേദോ പോൽ. എന്തുണ്ടായത്രേ? അതിൻ്റെ ഒരു കമ്പൊടിഞ്ഞു എന്നാണ്. ആരും ശ്രദ്ധിക്കണില്ലേ ഇതൊന്നും? ഇവിടെയല്ല, അവിടെ കമ്പൊടിഞ്ഞു. 2ാമത്തെ ദിവസമായപ്പോൾ 2ാമത്തെ ഒരു കമ്പൊടിഞ്ഞു. 3ാമത്തെ ദിവസം 3ാമത്തെ. 7ാമത്തെ ദിവസമായപ്പോൾ 7 ഗ്രന്ഥികളും പൊട്ടി അത് 2ആയി പിളർന്ന് അതിൽ നിന്നതാ ഒരു ഗംഭീര രൂപം വരുന്നു. ദിവ്യരൂപതരോ ജാത തുളസീതാമണ്ഡിത പീതവാസ ഘനശ്യാമോ മുകുടീ കുണ്ടലാന്വിതാം. അതിൽ നിന്നൊരു ഗംഭീര രൂപം പുറത്തു വരുന്നു. നിങ്ങൾ ഗീതയിൽ കേട്ടിട്ടുണ്ടാവും ഈ ശ്ലോകം. ഭഗവാൻ പറയും, അഭിചേ സുദുരാചാര ഭജതേ മാമനന്യപാൽ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹിസാം. എത്ര ഘോരമായ പാപം ചെയ്തവനായാലും അഭിചേത്സു ദുരാചാര, ദുരാചാരത്തിൻ്റെ കൂടരങ്ങായാലും ശരി, ആരാണോ മാം എന്നെ ഭജതേ അനന്യഭാഗ് എന്നിലേക്ക് മനസ്സ് തിരിക്കുന്നത്, എത്ര ഘോരമായ പാപം ചെയ്തവനായാലും ശരി, സാധുരേവ മന്തവ്യ ഞാൻ അവനെ ഒരു സാധുവായി മഹാനായി കണക്കാക്കും എന്ന് പറഞ്ഞ വാക്കുകൾ, ഭഗവാന്റെ ആ വാക്കുകൾ സത്യമാക്കുന്ന വിധത്തിൽ ഇതാ ഈ ഘോരപാപിയായിരിക്കുന്ന ദുന്ദുകാരി ആ മുളയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ദിവ്യരൂപതരോ ജാത തുളസീധാമണ്ഡിത പീതവാസാഗനശ്യാമോ മുകുടീ കുണ്ടലാന്വിത.
ഒരു വൈഷ്ണവരൂപം, വിഷ്ണു തേജസ് ആർന്നുകൊണ്ട് ശംഖചക്ര ഗഥാരൂപത്തെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നിട്ട് നനാമഭ്രാതരം സദ്യോ ഗോകന്നമിതി ചാബ്രവിൽ ത്വയാഹം മോചിതോ ബന്ധോ കൃപയാ പ്രേതകസ്മലൽ. എത്രയോ ഘോരമായ പാപം ചെയ്ത് പ്രേതരൂപത്തിൽ വാദരൂപിയായിട്ട് വാദം കഴിച്ചുകൊണ്ട് ചൂടും കാറ്റും അനുഭവിച്ചുകൊണ്ട് ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ എന്നെ, ഒരു ഗതിയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ എന്നെ, ഉഗ്രപാപിയായ എന്നെ അവിടുന്ന് എന്നെ മുക്തനാക്കിയില്ലേ സഹോദര. അങ്ങ് ഭാഗവതം കേൾപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എവിടെയാണ് മോചനം കിട്ടുക? ധന്യ ഭാഗവതീ വാർത്ത പ്രേത പീഡാവിനാശിനി സപ്താഹോപി തഥാ ധന്യ കൃഷ്ണലോകഫലപ്രദം. ഈ ഭാഗവതം ധന്യമാണ്, ഇത് പരമപവിത്രമാണ്, എൻ്റെ ജീവിതത്തെ പവിത്രീകരിച്ച ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് ആ നൊന്തുകാരി അവിടെ നിന്നപ്പോൾ പറയാണ്, ഇവിടെ ഈ ഭാഗവതം കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള പാപങ്ങൾ എന്തു ചെയ്യട്ടെ? കമ്പന്തേ സർവപാപാനി സപ്താഹശ്രവണേ സ്ഥിതേ അസ്മാകം പ്രളയം സദ്യ കഥം ചേയം കരിഷ്യതി ആദ്രം ശുൽക്കം ലഘുസ്തൂം വാഗ്മന കർമ്മവികൃതം ശ്രവണം വിദഹൽ പാപം പാവക സമിതോ യഥാം. വിറകുണ്ടല്ലോ, അത് പച്ചയായാലും ശരി, തടിച്ചതായാലും ശരി, ചെറുതായാലും ശരി, ഏത് അഗ്നിയിലേക്ക് ഇട്ടാലും വിറക് കത്തും അല്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പാപം കൊടും പാവാവട്ടെ, ലൈറ്റ് പാവാവട്ടെ, സ്ട്രോങ് ആവട്ടെ, മിനിമം ആവട്ടെ, എല്ലാവരുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ പാപം ഉണ്ടാവുമല്ലോ. എത്ര കൊതുകിനെ കൊന്നിട്ടുണ്ട്! കൊല്ല മാത്രമല്ല, ദേഷ്യം ഓരോ വീടുകളിൽ ചുമരിൽ പോയി നോക്കിയാൽ മതി, കൊതുകിനോട് തീർത്തു വെച്ചിരിക്കുന്ന പ്രതികാരം. പാപം ചെയ്യാത്തവരാരുണ്ട്? അതുകൊണ്ട് എത്ര വലിയ പാപമായാലും അത് ഉള്ളിൽ കടന്നുകൊണ്ട് പറയും, അസ്മാകം പ്രളയം, ഞങ്ങളിതാ നശിക്കാൻ പോണു. ആര്? അങ്ങനെ ഒരു ഗംഭീരമായൊരു ശാസ്ത്രമാണ് ഈ ഭാഗവതം. പഠിക്കണം, മനസ്സിലാക്കണം. കാരണം അസ്ഥിസ്തംഭം സ്നായുബദ്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപൂരീഷയോ ജരാശോക വിഭാഗാർത്ഥം രോഗമന്ദിരമാതുരം ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം കൃമിവിൽ ഭസ്മ സപ്ഞാന്തം ശരീരമിതി വർണ്ണിതം അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധനേന്നഹി സപ്താശ്രവണാലോകേ പ്രാപ്യതേ നികടേ ഹരി. ഇത്ര മനോഹരമാണ്, നോക്കൂ. ഈ ശരീരത്തെ വർണ്ണിക്കുകയാണ്. കുറേ ഞരമ്പുകളെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. 100 ഞരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയത്. പിന്നെയോ കുറേ മാംസം, കുറേ രക്തം, കുറേ അസ്ഥികൂടം. ഇനി അത് കഴിഞ്ഞിട്ടോ 2 സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഒരു ബക്കറ്റാണ്, കുറേ മലവും കുറേ മൂത്രവും. ഇനി അത് കഴിഞ്ഞിട്ടോ ജര, വാർദ്ധക്യം വരണം, ശോകം, ദുഃഖങ്ങൾ വരണം. അത് കഴിഞ്ഞിട്ട് വയസ്സാകും തോറും രോഗമന്ദിരമാണ്. ദുഷ്പൂരം, ഇത് 2 ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ദുർഗന്ധമാണ് വരിക നമുക്കറിയാം. ഇപ്രകാരം കൃമിവേഡ്, ഇതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളിൽ കൃമികൾ. ഇനി ഇത് മരിച്ചുപോയി ആരും നോക്കിയിട്ടില്ലെങ്കിൽ അപ്പോഴും കൃമികൾ കഴിക്കും. അങ്ങനെയൊക്കെയുള്ള ശരീരവിധി വർണ്ണിതം അസ്ഥിരേണ, ഇത് സ്ഥിരമല്ലല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിലേക്ക് പോകേണ്ടതല്ലേ. അതുകൊണ്ട് ഈ അസ്ഥിരമായിരിക്കുന്ന കൃമികൾക്ക് ഭക്ഷണമായി തീരേണ്ട മലമൂത്രങ്ങളുടെ 2 ബക്കറ്റ്, രണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു ബക്കറ്റായിരിക്കുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അസ്ഥിരമായ ഈ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ ഇതിൽ സ്ഥിരമായിരിക്കും